കണ്ടുകൊണ്ടല്ല, മറിച്ച് എന്താണ് എന്നെ നടത്തുന്ന ഒരു യേശു എന്റെ കൂടെ ഉണ്ടെന്നുള്ള വലിയ പ്രത്യാശയാണ്. മറ്റെല്ലാം മാറിപ്പോകും അല്ലെ, മറ്റെല്ലാം നീങ്ങിപ്പോകുന്നു. മറ്റൊന്നിനും നമ്മളെ നടത്താൻ കഴിയാതിരിക്കുമ്പോൾ, മറ്റൊന്നിനും നമ്മളെ മെഡിക്കൽ സയൻസ് അതെ കൈപ്പുണർത്തി നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാം, രാജ്യം നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭരണകൂടങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ നട്ടം തിരിയുമ്പോൾ അതിന്റെ നടുവിൽ എന്നെ നിങ്ങളെ സഹായിക്കാൻ ഒരു കരം മാത്രമേ ഉള്ളൂ. ആ കരത്തിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ആ കരമാണ് നമ്മളെ താങ്ങിയിരിക്കുന്നത്. മറ്റാരുടെയും കാര്യമല്ല. സർവശക്തനും സർവവ്യാപിയും സർവസമ്പൂർണനുമായ എന്റെ വീണ്ടെടുപ്പുകാരൻ നമുക്ക് നന്ദിയോടെ ഇന്ന് പകൽ ആരാധിക്കുവാൻ കഴിയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. Some
ഒക്കെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും, അനുഗ്രഹമായി തീരുവാനിടയാകും. നാം പാടിയതുപോലെ തന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മൾ തളർന്നു പോകുന്നവരായി തീരരുത്, നമ്മൾ പ്രത്യാശയില്ലാത്തവരായി തീരരുത്. നമ്മൾ ധൈര്യം പ്രാപിക്കണം. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്തു? ജീവനെ മടക്കി തരും, ആരോഗ്യത്തെ മടക്കി തരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെയൊക്കെ ദൈവം നമുക്ക് മടക്കി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അത് തരാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലായോ പ്രിയപ്പെട്ടവര്? അതേ സ്തോത്രം. എത്രയോ പേര് അതേ മരണക്കിടക്കയിൽ നിന്ന് അനേകർ പ്രിയപ്പെട്ടവർ ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവമക്കൾ വന്ന് കരം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനേകർ സൗഖ്യം പ്രാപിച്ച് ഇന്നും ആരോഗ്യത്തോടെ എന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്നു, കർത്താവ് നിന്നെ വിടുവിക്കും. കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ആയിരിക്കുന്നവർ എന്നെ വിളിക്കാറുണ്ട്. ഒരുപാട് പേര് വളരെ ഭാരം, നിരാശ, വളരെ സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയം അല്ലെ. നമുക്കോ ഭരണകൂടങ്ങൾക്കോ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിനോ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ നിസ്സഹായ അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പ്രിയ ദൈവമക്കളെ നമ്മെ നടത്തുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര സന്തോഷകരമായ, എത്ര വിടുതലായ ഒരു കാര്യമാണ്. അതിന്ന് പകൽ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹോം ചർച്ചിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും അത് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ ഓരോരുത്തരും വളരെ ഈ ആരാധനയോടുകൂടെ സഹകരിക്കുകയും ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഉപവാസ പ്രാർത്ഥന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന ഇനിയും എന്താണ് കർത്താവ് അനുവദിച്ചാൽ ഒരാഴ്ച കൂടെ, അടുത്ത വെള്ളിയാഴ്ച കൊണ്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥന അവസാനിക്കുവാനായിട്ടിടയായിത്തീരും. 21 ദിവസക്കാലം നടന്നുകൊണ്ടിരുന്ന ഉപവാസ പ്രാർത്ഥനയെ ഇനി ഒരാഴ്ച കൂടെ ഉള്ളൂ. അതെ, അടുത്ത ഒരാഴ്ച കൊണ്ട് അവസാനിക്കുമെങ്കിലും തുടർന്നും നമ്മൾ എല്ലാവരും ചെയിനായിട്ടും ഫാസ്റ്റിംഗിലും അതേ പ്രാർത്ഥനയിലും ആയിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവാത്മാവ് പ്രേരണ നൽകുന്ന എല്ലാവരും 1-2 ദിവസങ്ങൾ ഒരു ചെയിൻ ഫാസ്റ്റിംഗ് കൂടെ കർത്താവിന്റെ ആത്മാവ് എന്റെ അകത്ത് ഒരു പ്രകാശനം നൽകുകയാണ്. നിങ്ങൾക്ക് എത്ര ദിവസം, എത്ര നാള്, എത്ര അതേ മണിക്കൂർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപവസിക്കാൻ കഴിയുമോ, പ്രാർത്ഥിക്കാൻ കഴിയുമോ, ആ സമയത്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അതേ ഒരു ചെങ്ങല പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. ഒരാൾക്ക് അതേ ഉപവസിക്കാൻ കഴിയുന്ന ദിവസം ആൾ ഉപവസിക്കട്ടെ, അതേ അടുത്തയാൾക്ക് ഉപവസിക്കാൻ, അങ്ങനെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും നാളുകളായി നമുക്ക് തീരാം. എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ടവര്? അതെ, നിങ്ങൾ ഓർക്കരുത്, ഒരുപാട് പേര് സൗഖ്യമായ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു, നമ്മുടെ ഗ്രൂപ്പിലൂടെ നമ്മൾ അത് അറിഞ്ഞു. ദൈവം അനേകരെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദുബായിൽ അനേക പ്രിയപ്പെട്ടവരെ കർത്താവ് സൗഖ്യമാക്കി എന്നുള്ള വാർത്ത എനിക്ക് കേൾക്കാനുണ്ടായി. നമ്മൾ പ്രാർത്ഥിച്ച ഒരുപാട് പേര് സ്തോത്രം, ഏതാണ്ട് അതേ സ്തോത്രം 30-ലധികം ആളുകൾ അതേ പോസിറ്റീവ് ആയിരുന്ന ആളുകൾ നെഗറ്റീവായി എന്നുള്ള അതേ സ്തോത്ര എന്ന വാർത്ത കേട്ടോ. അവർക്ക് ദൈവം ആരോഗ്യം കൊടുത്തു. ആമേൻ, സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും ഇന്ന് അതേ പകൽ വേള ഞങ്ങൾ പറയട്ടെ, അതേ പോസിറ്റീവായി അതേ ഹോസ്പിറ്റലിലോ ഭവനത്തിലോ ഒക്കെ വിഷമിച്ച് ആയിരിക്കുന്നുവോ, നിങ്ങൾ അതെ ഞങ്ങളെ അതെ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്കായിട്ട് അതെ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അതേ ബദേൽ കുവൈറ്റ് ചർച്ചിന്റെ ഒരു ടീം നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അതേ സ്തോത്രം ചെയിൻ പ്രയർ നടത്തുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി അതേ ഉപവസിക്കുന്നു. അതേ പുറത്തുനിന്നുള്ള പ്രിയപ്പെട്ടവർ, കുവൈറ്റിന് വെളിയിൽ നിന്നുള്ളവർ അതേ സ്തോത്രം പല പ്രിയപ്പെട്ടവരും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരിക്കൽ കൂടെ ഞാൻ നമ്പർ നിങ്ങളെ അവിടെ പറയുന്നു. അതേ 965 എന്ന കോഡ് നിങ്ങൾ ആഡ് ചെയ്യണം. 66965993 എന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കാം. നിങ്ങൾ എത്ര വിഷമസന്ധിയിലാണോ, എത്ര പ്രയാസത്തിലാണോ നിങ്ങളായിരിക്കുന്നത്, നിങ്ങൾക്ക് ഞങ്ങളുണ്ട് കൂടെ പ്രാർത്ഥിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുവാൻ. നിങ്ങളുടെ വിഷയങ്ങൾ അനേക ഡോക്ടേഴ്സ് ഞങ്ങളെ അതെ കോൺടാക്ട് ചെയ്തു. അവരൊക്കെ ഒരുപാട് വേദനയിലാണ്, മാനസികമായ ഭാരത്തിലായിരുന്നു. ഏത് തുറയിൽപ്പെട്ടവരുമാകട്ടെ, നിങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഏത് സമൂഹത്തിൽപ്പെട്ടവരെ, ഏത് അതേ സ്തോത്ര അതേ ജാതിയിൽപ്പെട്ടവരാകട്ടെ, ഏത് അതേ സ്തോത്ര കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ, ഇതൊന്നും യേശുവിന് പ്രശ്നമല്ല. നിങ്ങൾ സ്തോത്രം അതേ കർത്താവിന്റെ സൃഷ്ടിയാണെന്ന് ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. എന്നെ സ്നേഹിക്കുന്ന ഒരു യേശുപ്പച്ചൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഒരു വിശ്വാസമാകത്തുണ്ടോ, നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ വളരെ ശക്തമായി അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് ഉപവസിക്കുന്നു. പ്രിയപ്പെട്ടവരെ സ്തോത്രം, ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബങ്ങൾക്കോ വേണ്ടി അല്ല, അത് ഓരോ അതേ സ്തോത്രം ക്ഷീണിതരായിരിക്കുന്ന കുടുംബങ്ങൾക്കും വേണ്ടി. ലോകരാജ്യങ്ങളിൽ അതേ സ്തോത്രം നിരാശയോടെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അവരെ അതേ സ്തോത്രം കർത്താവ് സൗഖ്യമാക്കുവാൻ, കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്ന് അതേ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഇന്ന് പകൽവേളയിലും ദൈവസന്നിധിയിൽ വളരെ സ്തോത്രം സന്തോഷത്തോടെ ആയിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മളെ അതേ അനുഗ്രഹിക്കും. ഒരുപാട് പേര് നിരാശപ്പെട്ട് അതേ ആയിരിക്കുന്നു.
നിങ്ങളുടെ ജീവിതത്തിൽ അധികം നിരാശയിലേക്ക് നിങ്ങൾ കടന്നു പോകരുത്. ഒരുപാട് ഈ രാജ്യത്തും പല രാജ്യങ്ങളിലുമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു വാർത്ത, ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നു. ഈ ഒരു വിഷയത്തിൽ മനസ്സ് നൊന്ത് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ രോഗികളായ ചില പ്രിയപ്പെട്ടവർ തന്നെ അവരുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ ഇത് അതേ സ്തോത്രം മാറും. ഈ അസുഖത്തിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. ഈ അസുഖം വന്നോ നിങ്ങൾ അത് തകർന്നു പോകത്തില്ല. നിങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു യേശു ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ അതേ കുടുംബങ്ങൾ, അതേ കുഞ്ഞുങ്ങൾ അത് നിങ്ങൾക്ക് വേണ്ടി അതെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കരുതേ. അതെ, ഏത് ഭാരം വരട്ടെ, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടോ, നിങ്ങൾ എന്തിനാ അതെ പേടിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി കരുതാൻ ഒരു യേശുവിനെ ഞാൻ ഇന്ന് പകൽ പരിചയപ്പെടുത്തുകയാണ്. സ്തോത്ര. നിങ്ങൾ ക്ഷീണിതയായോ? നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കും. സഹോദരി, നീ എന്തിനാ തളരുന്നത്? നിന്റെ ജോലി പോയാലും സമ്പത്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് എന്തൊക്കെ ഇല്ലാതായി പോയാലും അതെ നീ ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്നെ ഉപയോഗിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. നിന്നെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. അതൊക്കെ പോയി കഴിഞ്ഞ് ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ഒന്നും വിചാരിക്കില്ല. എന്ത് മറ്റൊരു പുതിയ വഴി തുറക്കാൻ എന്റെ യേശു അവിശ്വസ്തനാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി കരുതാൻ, നിന്റെ അതേ കുടുംബത്തിലെ അതേ പോറ്റുവാൻ എന്റെ യേശു മതിയായവൻ. ഹല്ലേലൂയ. കരുതുന്നവൻ ഞാനല്ലയോ? കലങ്ങുന്നത് എന്തിനു നീ? കണ്ണുനീരിന്റെ താഴ്വരയിലും നിന്നെ കൈവിടാത്തൊരു ദൈവം. സ്തോത്ര. ആ ദൈവത്തിൽ നമുക്കൊന്ന് ആശ്രയിക്കുവാൻ, നമുക്ക് അത് ഒന്നുകൂടെ സമർപ്പിക്കുവാൻ ദൈവം നമ്മെ അവിടെ നിടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് അതേ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. ഈ ഹോം ചർച്ചിലായിരിക്കുന്ന ഓരോരുത്തർക്കും ഈ എന്നോടൊപ്പം ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കൂടുതൽ കർത്താവ് നിറച്ചുകൊണ്ട് ആയിരിക്കുന്നു. നിങ്ങൾ ഈ നൽകുന്ന എല്ലാവിധ ആത്മീയ കൈത്താങ്ങൾക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. എന്നോടൊപ്പം ആയിരിക്കുന്ന കർത്താവദാസന്മാർ, കുഞ്ഞുങ്ങൾ, അതേ സ്തോത്രം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ബെഥൽ കുവൈറ്റ് ചർച്ചിന്റെ സ്നേഹവും വന്ദനവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ലഘു സന്ദേശത്തിനായിട്ട് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് നമുക്ക് തിരിക്കുവാൻ ഇടയാകട്ടെ. എല്ലാവരും ബൈബിൾ എടുത്ത് എല്ലാവരും ബൈബിൾ ഒന്ന് എടുക്കാം. 7-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് 3-4 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു. നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ഭാഗമാണ്. വളരെയധികം എന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിപ്പിക്കുകയും ബലം പകരുകയും ചെയ്ത ഒരു വചനഭാഗമാണ്. ഒരിക്കൽ കൂടി പറഞ്ഞു, ലൂക്ക് ചാപ്റ്റർ 7 വേഴ്സ് 3-4 അതിന്റെ 3-ാമത്തെ വാക്യം. So when he heard about Jesus, he sent elders of the Jews to him, pleading with him to come and heal his servant. And when they came to Jesus, they begged him earnestly, saying that the one of whom he should do this was deserving. Praise the Lord. Hallelujah. ഇത് ഈ സംഭവം ഒരു ശതാധിപന്റെ പ്രിയനായ ദാസൻ അവൻ ധീരമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുക. പ്രാവശ്യം കേട്ടിട്ടുള്ള സന്ദേശങ്ങളാണെങ്കിലും ഇതിൽ നിന്ന് ഒരു വാക്ക് എൻ്റെ ഹൃദയത്തിൽ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവാത്മാവ് നൽകിയത് കൊണ്ട് ഞാൻ ഈ ഭാഗം എടുത്തത്. ഈ ശതാധിപന് പ്രിയനായ ഒരു ദാസൻ ദീനമായി അത് കിടക്കുന്നു. നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ, ശതാധിപൻ എന്ന് പറയുമ്പോൾ 100 പേർക്ക് അധിപനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ 100 പേരുടെ ലീഡർ ആയിരിക്കുന്ന, അവരെ നിയന്ത്രിക്കുന്ന, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന, അവർക്ക് വേണ്ടതായ എല്ലാ ഗൈഡൻസും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ശതാധിപൻ എന്ന് നമുക്ക് ഏവർക്കും അതേ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവന് പ്രിയനായ ഒരു ദാസൻ ദീനമായി കിടക്കുന്നു എന്ന ആ ഒരു വിഷമസന്ധിയിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. കാരണം ഒരു ദാസന് ദീനം വന്നപ്പോൾ എന്ത് ചെയ്തു? ശതാധിപൻ എന്ത് ചെയ്തു? ആ വിഷയത്തിനകത്ത് ഹൃദയം പൊട്ടുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അവനൊരു സൗഖ്യം വേണമെന്ന തരത്തിൽ അവന് വേണ്ടി എന്ത് ചെയ്യുന്നു? അത് എഴുന്നേൽക്കുന്ന, അവന് വേണ്ടി
ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്ന അതെ ഒരു ശതാധിപന്റെ ഒരു നല്ല ഗുണത്തെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ദാസനാകട്ടെ, നിന്റെ ദാസിയാകട്ടെ, നിന്റെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, നിന്റെ കമ്പനിയുടെ അതേ സ്തോത്രം ഏറ്റവും താഴേക്കടയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, സ്തോത്ര ഈ ശതാധിപന്റെ എങ്കിലും ഒരു ഗുണം നീ കാണിച്ചാൽ, ഹല്ലേലൂയ, ആ ഒരു സ്വഭാവം വെളിപ്പെടുത്താൻ കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ സ്തോത്ര പ്രിയപ്പെട്ടവരെ, അത് ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ രക്ഷപ്പെടുവാൻ, ചിലർ അനുഗ്രഹിക്കപ്പെടുവാൻ, ചിലർ സൗഖ്യമാകുവാൻ, ചിലർ ആരോഗ്യം വരുവാൻ, ഹല്ലേലൂയ, ചില മനപ്രയാസങ്ങൾ മാറുവാൻ, ചില ആത്മാവിൽ ബലപ്പെടുവാനൊക്കെ കാരണമായി തീരുവാനിടയായി തീരും. ഹല്ലേലൂയ. കണ്ടോ, അവിടെ ശതാധിപൻ എന്ത് ചെയ്തു? ആ ദാസനെ വേണമെങ്കിൽ ശ്രദ്ധിക്കണ്ട, വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം, പക്ഷെ ഉത്തരവാദിത്വത്തോടെ ആ ശതാധിപൻ തന്നെ എന്ത് ചെയ്തു? തന്നെ ആ വിഷയത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു ശതാധിപനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഞാനിത് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ശരിക്കുമായും നമ്മുടെ അത് ദാസരോ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോ, ഒരു പക്ഷേ അത് നിന്റെ അത് ആ താഴെ തട്ടിലുള്ള പോസ്റ്റുള്ളവരോ ആകാം, അതിലേക്ക് കൺട്രോൾ ചെയ്യുന്ന നീയാണെങ്കിൽ, ഗൈഡ് ചെയ്ത് നീയാണെങ്കിൽ, നീയാണ് അവരുടെ MD എങ്കിൽ, സ്തോത്ര, നീ ഈ ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി നീ ഒന്ന് എഴുന്നേറ്റ് ഒരു വാക്ക് പറയാനായിട്ട്, അവർക്ക് വേണ്ടി ചില കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കുവാൻ ഈ പ്രതിസന്ധികൾ തയ്യാറായാൽ നിന്നെ നിന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കും, മാനിക്കും. ഹല്ലേലൂയ. സ്തോത്ര. കണ്ണടച്ച് കളയാൻ എല്ലാവർക്കും കഴിയും, പക്ഷേ കണ്ണു തുറക്കാൻ ചിലർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ആ കണ്ണു തുറക്കുന്ന കൂട്ടത്തിൽ അതേ സ്തോത്ര എന്നെ കേൾക്കുന്ന ദൈവമക്കൾ, അത് ഞാൻ ഹല്ലേലൂയ ഒക്കെയായി മാറുവാൻ ഇന്ന് അതേ പകലത്തെ ഈ മെസ്സേജ് ഒരു കാരണമായി മാറട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്ത് ആയിട്ട് കടന്നു പോകുമ്പോൾ ആരുടെ ആവശ്യമില്ല, അല്ലെ? ആർക്കാണ് ഒരു ആവശ്യം വരുന്നത്? സ്തോത്രം. രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത്, അല്ലെ? സ്തോത്ര. അത് സങ്കടത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്നവർക്കാണ് ഒരു ആശ്വാസവാക്ക് കേൾക്കേണ്ടത്, അല്ലെ? ഈ പകൽ വേള അത് എവിടെയൊക്കെയോ ആരൊക്കെയോ ഭാരപ്പെടുമ്പോൾ നീ അവരെ കണ്ടില്ല എന്ന് നടിക്കാതെ, സ്തോത്ര, നിനക്കതിനുള്ള സ്വാധീനമുണ്ടെങ്കിൽ, ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ, പ്രാരംഭമായി ഞാൻ ഓർപ്പിക്കുന്നു, നീ എഴുന്നേറ്റ് അത് ചെയ്തേ മതിയാകത്തുള്ളൂ. ശതാധിപനെ ഒരുപാട് ഇഷ്ടപ്പെട്ടതിന്റെ കാരണം അതാ. ഞാൻ ഇങ്ങനെ പലവട്ടം അത് സംസാരിച്ചിട്ടുണ്ട്, പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്, അനേകർ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിലോ ഈ ഒരു കാര്യം ഈ ദിവസങ്ങൾ എന്റെ ഹൃദയത്തെ ഇങ്ങനെ തടുവാനിടയായി തീർന്നു. ശതാധിപന് പ്രിയനായ എന്താണ് സ്തോത്ര ആ ദാസൻ ദീനമായി പിടിച്ച് മരിക്കാൻ ഉള്ള അവസ്ഥയിലേക്ക് മരിക്കാറായിരിക്കുന്നു എന്നാണ് നമ്മളുടെ അത് വായിക്കുന്നത്. അവനെ എന്താണ് യേശുവിനെ, അവനെ ഒരു പക്ഷെ ഞാൻ ചിന്തിക്കുന്നു, അവനെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുവാൻ അവനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നിട്ടും അവന് ഈ എന്താണ് മെഡിസിൻ എല്ലാം ഒരു പക്ഷെ കൊടുത്തിട്ടും, അല്ലെ വൈദ്യന്മാരെ കാണിച്ചിട്ടും അവന് ഒരു സൗഖ്യം വരുവാൻ ഇതുവരെയും ഇടയായി തീർന്നിട്ടില്ല. ഒന്നും ചെയ്യാതല്ലേ ഇരുന്നത്. അവൻ സാധ്യമായ ആ സ്ഥലത്തെ ഏറ്റവും നല്ല വൈദ്യന്മാരെ, ഏറ്റവും എന്താണ് മുന്തിയ ഡോക്ടേഴ്സിനെ തന്നെ അവൻ വിളിച്ച് അവനെ അതേ സ്തോത്രം പരിശോധിക്കുവാൻ, അവനെ അതേ ട്രീറ്റ്മെന്റ് കൊടുക്കാനൊക്കെ ഇടയായി തീർന്നു. എന്നിട്ടും എന്ത് ചെയ്തു? അവൻ കടന്നു പോകുന്ന സ്റ്റേജ് എന്താണെന്നറിയാമോ? മരിക്കാറാകുന്ന ഒരു സ്റ്റേജിലേക്ക് അവൻ കടന്നു പോവുകയാണ്. നിന്നെ കേൾക്കുന്ന ദൈവവൈദ്യലേ സ്തോത്രം. അപ്പോൾ കണ്ടോ, അവൻ അവിടെ അതേ സ്തോത്രം എഴുന്നേൽക്കുകയാണ്. ഇനി അടുത്ത നടപടി എന്താ? എല്ലാ പ്രതീക്ഷകളും കൈവിട്ടു നിൽക്കുമ്പോഴും അവന് വേണ്ടി ഒരുവൻ നിൽക്കുകയാണ്. ഇത് ഞാൻ ആത്മീയ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ്. ആരൊക്കെ ചിലർ തകരുന്നത് കണ്ടുകൊണ്ട് സാധ്യമായ വഴികളൊക്കെ അടയുമ്പോഴോ അവർക്ക് വേണ്ടി ഒന്ന് ഇടിവിൽ നിൽക്കുവാൻ ആര് തയ്യാറുണ്ട്? അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആര് തയ്യാറുണ്ട്? ഒരു ദിവസം ഉപവസിക്കാൻ ആര് തയ്യാറുണ്ട്? ദൈവ നിന്റെ പ്രാർത്ഥനയും ഉപവാസവും കണ്ട് നിന്റെ ആ സ്തോത്ര ഉത്തരവാദിത്വ മനോഭാവത്തെ ഏറ്റെടുത്തുകൊണ്ട് നീ ഇടിവിൽ നിൽക്കുന്നതിനെ മനസ്സിലാക്കി, നീ പക്ഷപാതം ചെയ്യുന്നത് അതേ സ്തോത്രം തിരിച്ചറിഞ്ഞ് എന്റെ കർത്താവിന്റെ കര ആ വ്യക്തിക്ക് വേണ്ടി വെളിപ്പെടുവാനിടയായി. ആരെങ്കിലും പ്രിയപ്പെട്ടവരെ, ചിലർക്ക് ആരുമില്ലാത്തവരുണ്ട്, അല്ലെ? ആരും സഹായമില്ലാത്തവര്, ഒരാശ്വാസം പോലും പറയാൻ കഴിയാത്തവര്. എന്നെ ഈ ദിവസങ്ങൾ വിളിക്കുന്ന പല പ്രിയപ്പെട്ടവരിൽ ഒരുപാട് പേര് സ്തോത്ര ശനിയാഴ്ചയിൽ 100 കണക്കിന് കോളുകൾ എന്നെ തേടിയെത്തിയപ്പോൾ ആ കോളുകളിൽ ഞാൻ കേൾക്കുന്ന ചിലത് എനിക്കാരുമില്ലെന്ന്. അതിന്റെ എന്താണ് സ്തോത്ര ഒരു 50% ആളുകളും അതേ പറയുന്നത് എനിക്കാരുമില്ല, എന്നെ സഹായിപ്പാൻ, എനിക്കൊരാശ്വാസം വാക്ക് പറയാൻ, ഞാൻ ഫോൺ ചെയ്താൽ അത് എടുക്കാൻ, അല്ലെങ്കിൽ തിരിച്ചൊന്ന് വിളിച്ചിട്ട് അത് സാരമില്ലെന്ന് പറയാൻ പോലും എനിക്കാരുമില്ല എന്നുള്ള ആ വലിയ വേദനാജനകമായ ആ വാക്കുകൾ. സ്തോത്ര. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഒരുപക്ഷെ പണം കൊടുത്ത് സഹായിപ്പാൻ നിനക്ക് കഴിവില്ലായിരിക്കാം, എങ്കിലും നീ അതിന്റെ നടുവിൽ ഒരു വാക്ക് കൊണ്ട് ഒരു ആശ്വാസം ആ വ്യക്തിക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, ശതാധിപനെ പോലെ ഐഡിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, ശതാധിപന് ആ വ്യക്തിക്ക് ഉത്തരവാദിത്തത്തോടെ നിന്നതുപോലെ ആത്മീയമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ, ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തി അതേ ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു 10 മിനിറ്റ് എടുത്താൽ മതി. ഹല്ലേലൂയ. ഒരു നേരം ഒന്ന് പോസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. അല്ല ആ വ്യക്തി ഒന്ന് വിളിച്ച് നിനക്ക് അതും രണ്ടും കഴിയുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ നീ 1 മിനിറ്റ് ഒന്ന് വിളിച്ച് സാരമില്ലെന്ന് പറയാൻ, ഞാനുണ്ടൊപ്പം എന്ന് പറയാൻ. ഹല്ലേലൂയ. അല്ലെങ്കിൽ സ്തോത്ര പോട്ടെ സഹോദര സഹോദരി
മതി എന്ന് പറയാൻ നിന്റെ വാക്കുകൾക്ക് അതേ സ്തോത്രം നിന്റെ അധരങ്ങൾ ചടിക്കട്ടെ. ഇന്ന് പ്രഭാതവേളയിൽ ആത്മമന്നെ ശ്രദ്ധിച്ച ദൈവമക്കൾക്ക് അറിയാം സ്തോത്ര എന്താണ് നേരിലുള്ളവരുടെ വാക്കുകൾ എത്ര ബലമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഏതേ സ്തോത്രം നീ നേരോടുകൂടി ഒരു വാക്ക് ഒരു വ്യക്തിയോട് പറഞ്ഞാൽ ആ വ്യക്തിയുടെ അകത്ത് ഒരു ബലം വ്യാപരിക്കാനിടയായി. തീർച്ചയല്ലേ നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത് ആരുടെയൊക്കെ ഒരു സപ്പോർട്ടല്ലേ, വാക്കുകൊണ്ടാ അല്ലെ നമ്മൾ ഇന്ന് അതെ പഠിച്ചു മുന്നേറിയത്, അല്ലെങ്കിൽ നല്ല ജോലിയിൽ ഇരിക്കുന്നത്. ആരൊക്കെയോ പറഞ്ഞു നീ ചെല്ല്, നിനക്ക് കിട്ടും, നിനക്ക് അതിന് കഴിയും എന്ന് പറഞ്ഞ് ആരൊക്കെയോ നമ്മളെ പുറകിൽ നിന്ന് ഒരു സപ്പോർട്ട് ചെയ്ത അതേ സ്തോത്രം ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ശുശ്രൂഷയിൽ ഒക്കെ നമുക്ക് നല്ല സപ്പോർട്ടുകളെ അത് തന്ന സ്തോത്ര ബലഹീനരായ അല്ലെങ്കിൽ സ്തോത്ര വലിയ അതേ ഫേമസ് ഒന്നും അല്ലാത്ത അനേക പ്രിയപ്പെട്ടവരുടെ പുറകിലുണ്ട്. നിന്റെ പേരൻസ് ആകാം, നിന്റെ സഹോദരങ്ങളാകാം, നിന്റെ സ്തോത്ര സ്നേഹിതരാകാം, നിന്റെ ദൈവദാസനാകാം, ആരുമാകട്ടെ അവർ നിന്റെ പുറകിൽ ഒരു വാക്ക് നിനക്ക് വേണ്ടി നീ പറയാൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നീ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ശതാധിപൻ എന്ത് ചെയ്തു? ഈ ദീനമായി കിടന്ന അതേ ദാസന് വേണ്ടി നിൽക്കുമ്പോഴാണ് യേശുവിന്റെ വസ്തുത കേൾക്കുന്നത്. സ്തോത്രം. അപ്പോൾ അവിടെ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു. എല്ലാം ചെയ്തിട്ടും എല്ലാം ചെയ്തിട്ടായിരിക്കാം ഈ ശതാധിപന് എന്താണ് പണത്തിന് കുറവില്ല, സ്വാധീന കുറവില്ല. അവിടെ അവര് തന്നെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയാമോ, അവൻ ഇവിടെ ഒരു പള്ളി പോലും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാന്യനായ കഴിവുള്ള അതേ സാമ്പത്തികമുള്ള ഈ എന്താണ് മറ്റ് പല പ്രിയപ്പെട്ടവരും അല്ലെങ്കിൽ ആ ദേശം അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. സ്തോത്ര. പലരെയും എന്താണ് പല കാര്യങ്ങളും ഒതുങ്ങിയിരിക്കുമ്പോൾ ഇദ്ദേഹം സമൂഹത്തിനും ജനത്തിനും ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരാളാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് അതേ സാധിക്കുന്നുണ്ട്. എന്നാൽ യേശുവിന്റെ വസ്തുത കേട്ടപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു ആ ചിന്തയിലേക്ക് ഞാൻ കടങ്ങി. യേശുവിന്റെ വസ്തുത കേട്ടപ്പോൾ യേശുവിനോട് അത് അപേക്ഷിക്കുവാൻ എന്ത് ചെയ്യുന്നു? മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. എന്നിട്ട് പറയുകയാണ്, 4-ാമത്തെ വാക്യം പറയുന്നുണ്ടോ, മൂപ്പന്മാർ പറയുന്ന ഭാഗമാണ് നമുക്ക് അത് വായിക്കാൻ കഴിയുന്നത്. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ. മൂപ്പന്മാർ യേശുവിനോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യൻ. ഉണ്ടോ? നീ അത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറായി നിൽക്കുക. അവൻ എന്താണ്? മാന്യനായ ഒരു വ്യക്തിയാണ്, അവൻ യോഗ്യനാണ്. നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാണ് എന്ന് മൂപ്പൻ കണ്ടോ. അവിടെ ആ വാക്കുകൾ നോക്കിക്കേ, അത് എന്ത് നല്ലൊരു സാക്ഷ്യമാണ്. അവൻ യോഗ്യനാണ്. അവര് യാഥാർത്ഥ്യം പരമാർത്ഥമായിട്ട് അത് സംസാരിച്ച ഒരു ഭാഗമാണ്. നീ അത് അവർക്ക് യേശു അറിയത്തില്ല. പക്ഷേ അതേ സ്തോത്രം ഈ മൂപ്പന്മാർ വന്ന് യേശുവിനോട് പറയുക, ഇവന് ഈ ശതാധിപനും അവന്റെ കുടുംബത്തിന് ഈ വിഷയത്തിനകത്ത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാ. ഹല്ലേലൂയ സ്തോത്രം. കണ്ടോ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ എന്താണ് എല്ലാവരും എന്താണ് നന്നായിട്ട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആ വ്യക്തി സ്തോത്രം പറയാണ് അവൻ യോഗ്യനാണെന്ന് പറയുമ്പോൾ അടുത്ത ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 6-ാമത്തെ വാക്യവും സ്തോത്രം. യേശു അവരോട് പോയി വീടിനോട് അടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിന്റെ അടുക്കൽ മതി. അതിന്റെ സ്തോത്രം 6-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. Then Jesus went with them, and when he was already not far from the house, the centurion sent friends to him, saying to him, Lord, do not trouble yourself, for I am not worthy that you shall enter under my roof. കണ്ടോ ഇവിടെ വായിക്കുന്നു എന്താണെന്ന്. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യത്തിന്റെ അവസാനം, നീ എന്റെ പുരക്കകത്ത് വരാൻ എന്താണ്? ഞാൻ യോഗ്യനല്ല. ഐ എം നോട്ട് വർത്തി. ഹല്ലേലൂയ. ഞാൻ എന്താണ്? യോഗ്യനല്ല. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് പകൽക്കാലം ഒന്ന് ഏറ്റു പറയാൻ അല്ലേ? മൂപ്പന്മാര് ചെന്ന് പറഞ്ഞത് ശതാധിപൻ പറഞ്ഞിട്ടല്ല അല്ലെ. ശതാധിപന് വേണ്ടി അവരങ്ങ് അവരുടേതായ വാക്കിൽ സംസാരിക്കുക. നീ എന്ത് ചെയ്യണം? അതെ, അവന് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. കാരണം അവൻ ഞങ്ങൾക്ക് ഒത്തിരി ഉപകാരമൊക്കെ ചെയ്തവരാന്ന് പറയുമ്പോൾ ശതാധിപന്റെ വാക്ക് സ്നേഹിതന്മാരെ യേശു കൊണ്ടുള്ള 2-ാമത്തെ അതേ സ്തോത്ര ആ സംഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കണമേ. 2-ാമത്തെ സംഭാഷണം അത് സ്നേഹിതന്മാരെ യേശു കൊണ്ട് ശതാധിപൻ പറയുകയാണ്, നീ എന്റെ പുരക്കകത്ത് വരാൻ. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു സ്തോത്ര, നീ എന്റെ എന്താണ്? പുരക്കകത്ത് വരാൻ. ഹല്ലേലൂയ. ഐ ആം നോട്ട് വർത്തി. ഹല്ലേലൂയ. ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. നീ എന്റെ പുരക്കകത്ത് വരാൻ ആര് യോഗ്യനല്ല?
എന്താ പറഞ്ഞേ? ഞാൻ യോഗ്യനല്ല. ഇന്ന് പകൽ വേള എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, എത്ര പേർക്ക് അത് ഇങ്ങനെയൊരു സമ്മതം നടത്താനായിട്ട് ദൈവം മുൻപാകെ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവേ, ഞാൻ യോഗ്യനല്ല. ശതാധിപനെ പോലെ ഒന്ന് നമുക്ക് ഏറ്റുപറയാൻ കഴിയുമെങ്കിൽ അത് സർവമാന വിടുതൽ, ആ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലെ കർത്താവ് പക്ഷെ ചൊരിയുവാനിടയായി തീരും. ഞാൻ കർത്താവ് യോഗ്യനല്ല, അല്ലെ? മൂപ്പന്മാരോട് ഉള്ള സ്തോത്ര റെക്കമെൻഡ് ചെയ്തത് ശതാധിപന്റെ വാക്കല്ല, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് യേശുവിനോട് പറഞ്ഞത് നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. പക്ഷെ ശതാധിപന്റെ വാക്ക് കേട്ടോ, അവൻ പറയാണ്, നീ എന്റെ പരയിൽ വരാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ. ഹല്ലേലൂയ. നീ അത് കണ്ടോ, തിരിച്ചറിഞ്ഞൊരു ശതാധിപൻ, അല്ലെ? എപ്പോഴൊക്കെയോ യേശുവിനെ കുറിച്ചുള്ള കേൾവി മാത്രമേ താൻ കേട്ടിട്ടുള്ളൂ, ഒരുപാട് അനുഭവം ഒന്നും കാണത്തില്ല. പക്ഷെ അദ്ദേഹം പറയാണ്, നീ എന്റെ പെരയിൽ വരാൻ, നീ എന്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. എത്ര പേരിന്ന് പകൽ വേള സമ്മതിച്ചു കൊടുക്കും, കർത്താവേ ഞാൻ യോഗ്യനല്ല യേശുവേ. ഹല്ലേലൂയ. നീ നന്മ പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല യേശുവേ. ഹല്ലേലൂയ. ആർക്കതൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ, സമർപ്പിക്കുവാനായിട്ട് കഴിയുമോ? ഇന്ന് പകൽ ദൈവജനമേ, നമ്മെ ദൈവം തൊട്ട് അവിടുന്ന് ബലപ്പെടുത്തി നമ്മെ സൗഖ്യമാക്കി നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ യോഗ്യനല്ല, നീ എന്റെ പുരക്കകത്ത് വരുവാനായിട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ പ്രിയമുള്ളവരെ? നീ എന്റെ വീട്ടിനകത്തേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണമുള്ള യോഗ്യത എനിക്കില്ല. ലോകപ്രകാരം എല്ലാ യോഗ്യതയും ഉണ്ടല്ലേ? മാനുഷികമായ പരിഗണനയിൽ എല്ലാവിധമായ പരിഗണനകളും നമുക്ക് കൊടുക്കാം. എല്ലാവിധ സാമൂഹിക പ്രവർത്തന രംഗങ്ങളിലും ഒരുപക്ഷെ അദ്ദേഹം മുൻപന്തിയിലാണ്, അല്ലെ? മതാചാര പ്രകാരം എല്ലാവർക്കും ഇഷ്ടമാണ്, പള്ളി വരെ തീർപ്പിച്ചു കൊടുത്തിരിക്കുക. ഇതെല്ലാം ചെയ്തിട്ട് അതെല്ലാം നിറവേറ്റിയപ്പോൾ അവൻ പറയാ, യേശു എന്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. യേശുവിനെ അറിയുന്ന എത്ര പേര് ഇന്ന് പകൽ വേള പറയുന്നുണ്ട്, ഞാൻ യോഗ്യനല്ല യേശുവേ. ഹല്ലേലൂയ. ഇതൊക്കെ നിന്റെ കൃപ മാത്രമാ, എന്റെ യോഗ്യത കൊണ്ടല്ല എനിക്കിതൊന്നും കിട്ടിയത്, അല്ലെ? ചിലരുടെ ഭാവം, ചിലരുടെ സംസാരം, ചിലരുടെ ഇടപാടുകളും ഒക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ വിചാരിച്ചു, അല്ലെങ്കിൽ അവര് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോവുകയാണ്, എന്റെ കഴിവ് കൊണ്ടോ, എന്റെ മിടുക്ക് കൊണ്ട്, എന്റെ സാമർത്ഥ്യം കൊണ്ട്, എന്റെ കുഞ്ഞുങ്ങളുടെ സ്തോത്രം ബുദ്ധി കൊണ്ട്, അവരുടെ മിടുക്ക് കൊണ്ടൊക്കെ ലഭിച്ചതാണെന്നുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ സ്തോത്രം നമുക്ക് വേദനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല, നമ്മുടെ ആരോഗ്യം, അല്ലെ? സ്തോത്രം. നിന്റെ ജോലി, നിനക്ക് ലഭിച്ചിരിക്കുന്ന ഭൗതികമായ സകല നന്മകളും, ഭവനം, നിന്റെ കുഞ്ഞുങ്ങൾ എല്ലാം എന്റെ ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശതാധിപനെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുകയായിരുന്നു. അവൻ ദൈവത്തിന്റെ മുൻപാകെ തന്നെ ഒന്ന് സബ്മിറ്റ് ചെയ്യുകയായിരുന്നു. എന്താ പറഞ്ഞത്? ഞാൻ യോഗ്യനല്ല, നീ എന്റെ പുറകത്ത് വരാനായിട്ട്. ആമേൻ. പകലിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ ജനമേ, തന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്റെ വാത്സല്യനിധികളായ ദൈവമക്കളെ, ഒന്ന് നമുക്ക് പറയാവോ, ഞാൻ യോഗ്യനല്ല, നീ എന്റെ പുറകത്ത് വരാൻ. സ്തോത്ര. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാം നീ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ടാൽ നീ ഇത് ചെയ്തു തരാനായിട്ട്, നീ ഇത് ഇങ്ങോട്ട് തന്നേക്കണം, നീ അങ്ങോട്ട് തൊട്ടേക്കണം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ എത്ര ദൈവമക്കൾക്ക് ഇപ്രകാരം ഒരു പ്രാർത്ഥന, ഇപ്രകാരം ഒരു മനോഭാവം വരും, ഞാൻ യോഗ്യനല്ല, നീ എന്റെ പെരക്കകത്ത് വരാൻ. അടുത്ത വാക്യം കൂടെ വായിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുവാൻ, എന്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണ്. അതിന്റെ 7ാമത്തെ വാക്യം. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. Therefore I did not even think myself worthy to come to you, but say the word and my servant will be healed. Praise the Lord. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ യേശു എന്റെ പെരക്കകത്ത് വരുന്നതും, അപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ യേശുവിന്റെ അടുത്ത് ചെല്ലാനും എനിക്ക് എന്തില്ല? എന്ന് പറഞ്ഞാൽ യേശു നിൽക്കുന്നിടത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ലെന്ന് 100 പേരുടെ അധിപനായവൻ വിളിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ. സ്തോത്രം. ബലഹീനരായ നമുക്ക്, സ്തോത്രം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പല കുറവുകളും മറച്ചു വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന സ്തോത്ര പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ഇന്ന് പകലെങ്കിലും ഒന്ന് കൺഫസ് ചെയ്യുവാൻ, ഒന്ന് മാനസാന്തരപ്പെടുവാൻ കഴിയുമോ? ഹല്ലേലൂയ. എന്റെ യേശുവേ, ഞാൻ യോഗ്യനല്ല. കർത്താവേ, നീ എന്റെ പെരക്കകത്ത് വരാനോ, ഞാൻ നിന്റെ അടുത്തൊന്ന് നിൽക്കാനോ നോക്കണം, അല്ലെ? നമ്മളാണ് ശതാധിപരെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ? സ്തോത്ര. കുറച്ചു പേരെ ഈ മൂപ്പന്മാരെല്ലാം പുറകെ നിർത്തി ഒരു വലിയ ജാഥയാടി എന്റെ യേശുവിന് എന്ന് വെച്ച് പറയൂ, എന്റെ സ്തോത്ര ബാല്യക്കാരൻ, അല്ലെങ്കിൽ എന്റെ സ്തോത്ര പ്രിയപ്പെട്ടവരുടെ ധീരമായിട്ട് കിടക്കുക, നീ ഒന്ന് സൗഖ്യമാക്കി പെട്ടെന്ന് കൊടുക്ക് എന്ന് പറയാം, എനിക്ക് നേരമില്ല എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ യേശു ഒന്ന് കൽപ്പിക്കാൻ തക്കവണ്ണം. എന്നാൽ നോക്കുക, അതൊന്നുമല്ല അദ്ദേഹത്തിന് ആ മനോഭാവം, ആ എളിമ. സ്തോത്രം. ഇതൊക്കെ നമുക്കുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതത്തിൽ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയായി തീരത്തുള്ളൂ എന്ന് പറയാനാണ് ഞാൻ ഈ
ഈ വചനം പറഞ്ഞു വന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഭാഗത്ത് ഒരു സമർപ്പണം, ഒരു ഏറ്റുപറച്ചിൽ. കർത്താവേ, എനിക്ക് കുറവുകൾ ഉണ്ട്, അല്ലെ, അത് എനിക്ക് തെറ്റുകൾ ഉണ്ട്. കർത്താവേ, പുറത്തുകൊണ്ട് എന്നെ സൗഖ്യമാക്കണമേ, എന്നെ വിടുവിക്കണമേ, എന്നെ എഴുന്നേൽപ്പിക്കണമേ, എന്നെ ജീവിപ്പിക്കണമേ, എനിക്ക് ജീവനെ തരണമേ കർത്താവേ, എനിക്ക് ആരോഗ്യം തരണമേ കർത്താവേ. ഹല്ലേലൂയ. ഇതെല്ലാം പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ ഇന്ന് അതേ പകലിൽ കർത്താവ്, അതെ നീ ആയിരിക്കുന്ന അതേ ആ സ്ഥാനത്ത്, ഏത് രാജ്യത്താകട്ടെ, ഏത് റൂമിലാകട്ടെ, ഏത് ഹോസ്റ്റലിലാകട്ടെ, കർത്താവ് നിന്നെ അതേ സൗഖ്യമാക്കുവാൻ അതേ ഇടയായിത്തീരും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ അതേ പൈതലേ സ്തോത്രം. ഇവിടെ നമുക്ക് വളരെ ശക്തമായ ഒരു വാക്ക് കാണുന്നത് എന്താണ് പറയാണ്, ഒരു വാക്ക് കൽപ്പിച്ചാൽ, അല്ലെ, അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഒരു വാക്ക് കൽപ്പിച്ചാൽ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഒരു വാക്ക് മതി എന്റെ ജീവിതത്തിന്റെ സൗഖ്യം. ഹല്ലേലൂയ. എനിക്ക് ആ വാക്ക് വായിച്ചപ്പോൾ ഞാൻ തുള്ളി ചാടി സന്തോഷിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്നും വലിയ അറിവോ വെളിപ്പാടോ ഒന്നുമില്ലാത്ത യേശുവിനെ കുറിച്ച്, അതേ സ്തോത്രം, ഒന്നും അറിയാത്ത ഒരു മനുഷ്യൻ പറയുകയാണ്, നിന്റെ ഒരു വാക്ക് മതി എന്റെ ബാല്യക്കാരൻ അവിടെ സൗഖ്യം വരുവാനായിട്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ, ഈ അതേ പകൽവേളയിൽ എത്രത്തോളം ദൈവമക്കൾക്ക് അതേ ആത്മാവിൽ ഒന്ന് പറയാൻ കഴിയും, കർത്താവേ, ഞാൻ യോഗ്യനല്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു. 1, 2, ഞാൻ ഏറ്റുപറയുന്നു, നിന്റെ എന്താണ് സ്തോത്രം, ഒരു വാക്ക് മതി എന്റെ ജീവിതത്തിൽ എന്താണ് അതേ സൗഖ്യമാകുവാനായിട്ട്. അതെ അല്ലെ സ്തോത്രം. നിങ്ങൾ ബൈബിൾ അന്ന് തുറന്നു വായിച്ചു നോക്കിയാൽ അതേ മനസ്സിലാക്കും, ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ എന്റെ ബാല്യക്കാരന് അതേ സൗഖ്യം വരും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. എന്റെ സെർവന്റ് അല്ലെങ്കിൽ എന്റെ ബാല്യക്കാരൻ എന്ത് ചെയ്യുന്നു? സ്തോത്ര, അവൻ സൗഖ്യമാകും. ഹല്ലേലൂയ. അവൻ ഹീലാവാനായിട്ട് നിന്റെ ഒരു വാക്ക് മതി കർത്താവേ. ഹല്ലേലൂയ. അതേ സ്തോത്ര. ശതാധിപൻ പറഞ്ഞതുപോലെ ഇന്ന് പകൽ പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കർത്താവ് ഇന്ന് പകൽ തൊട്ട് സൗഖ്യമാക്കുവാനായിട്ട് ഇടയായിരുന്നു. അല്ലെ, നീ എന്റെ പെരക്കകത്ത് വാഴാൻ ഞാൻ യോഗ്യത്രയും ഉണ്ടെന്നില്ല, പെരയുടെ മോശം കൊണ്ടല്ല. ഹല്ലേലൂയ. പെരയ്ക്ക് സൗന്ദര്യക്കുറവുകളൊന്നുമല്ല. അല്ലെ, ഒരു പള്ളി വരെ വെച്ചു കൊടുത്തവന് അതേ സ്തോത്രം, അവന്റെ വീട് എങ്ങനെയായിരിക്കും എന്ന് അറിയാമോ? അതിമനോഹരമായ വീടായിരിക്കും. അല്ലെ എന്ന് പറഞ്ഞാൽ ഒരു ആഡംബര വീട് തന്നെ ചിലപ്പോൾ അവന് ഉണ്ടാകാം. എന്നാൽ ആ വീടിന്റെ യോഗ്യത അല്ലെങ്കിൽ വീടിന്റെ മനോഹാരിത കുറവാണെന്നല്ല പറഞ്ഞത്. അവൻ പറഞ്ഞു, അതെ, വീട് എത്ര വലുതാണെങ്കിലും അതെ എനിക്ക് യോഗ്യത യേശുവിന്റെ മുമ്പിൽ നിൽക്കാൻ. പേര് സമ്മതിക്കും. മണിമാളികൾ വെച്ചിട്ട് അല്ലെ സ്തോത്ര, കർത്താവിന്റെ ദാസന്മാർ അതെ അഭിഷിക്തന്മാരൊക്കെ എന്റെ അടുത്ത് വന്ന് എന്റെ കാൽക്കൽ വരണമെന്ന് അതേ സ്തോത്ര വാശി പിടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ആയിട്ട് ഇന്ന് പകൽ ഞാൻ വളരെ ശക്തമായി അതെ പറയട്ടെ, ദൈവത്തിന്റെ പൈതലേ, നിന്റെ മണിമാളികയോ അതേ സ്തോത്ര, നിന്റെ എന്താണ് കോടിക്കണക്കിന് രൂപയുടെ സൗദങ്ങളിലോ അതേ സ്തോത്ര ആയിരിക്കുമ്പോഴും ഒരു തിരിച്ചറിവ് നിനക്ക് ഉണ്ടാകണം. അതെ, അതിലൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. പിന്നെയോ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. ആ എളിമ, ആ താഴ്മ, ആ സമർപ്പണം, ആ ഏറ്റുപറച്ചിൽ നിനക്കുണ്ടെങ്കിൽ കർത്താവിന്റെ ഒരു വാക്കുമതി നിന്ന് പകൽ. ഓ റിഖബലാറാം ധാരാറാം ഓ റിഖബലാ സകാലാറാം യേശുവിന്റെ ഒരു വാക്കുമതി നിനക്ക് സൗഖ്യമാകാനായിട്ട് കേട്ടോ. ഹല്ലേലൂയ. നീ ഒരുപാട് കൺവെൻഷനകത്ത് ഒരുപാട് അത് തിയോളജി ഒന്നും പഠിക്കണ്ട. നീ ഇതൊന്ന് സമർപ്പിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവിന്റെ ഒറ്റ വാക്കുകൊണ്ട് നീ സൗഖ്യമാകും. സ്തോത്രം. അദ്ദേഹത്തിന്റെ വിശ്വാസം നോക്കിക്കേ. പറയാ, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെ എന്താണ്, ഇസ്രായേലിൽ ഒരിടത്തും ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി കർത്താവ് ഒന്നും പറയണം. എന്താണെന്ന് അറിയാമോ? ഈ വ്യക്തിയിൽ, ഈ കുടുംബത്തിൽ മറ്റാരിലും കാണാത്ത ഒരു വിശ്വാസമുണ്ടെന്ന് യേശു പച്ച നമ്മളെ നോക്കി പറയണം. പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി പറയണം. ഹല്ലേലൂയ. അല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഇവനാ ഇവിടുത്തെ ഏറ്റവും വലിയ ആള്, ഇവന്റെ വീടാണ് ഏറ്റവും വലിയ വീട്, ഇവന്റെ വണ്ടിയാണ് ഏറ്റവും വലിയ വണ്ടി, ഇവന്റെ ജോലിയാണ് ഏറ്റവും ഉന്നതമായ ജോലി എന്നൊക്കെ പറയാൻ, അത് കേൾക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കാൻ നമ്മുടെ കാതുകൾക്കൊരു കൊതിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് പകൽ നിർത്തിക്കളഞ്ഞിട്ട് പറ, കർത്താവേ, നീ എന്റെ പെരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, മറിച്ച് ഞാൻ നിന്റെ അടുക്ക വരാനും യോഗ്യനല്ല. ഹല്ലേലൂയ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ആ തിരിച്ചറിവ് അതെ മനസ്സിലാക്കി ഞാനൊന്ന് കൺഫസ് ചെയ്യുന്നു. ഞാൻ ഏറ്റു പറയുന്ന കർത്താവേ, എന്നിട്ട് എന്താണ് പറയുന്നത്? നിന്റെ ഒരു വാക്ക് മതി എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഈ പകൽവേളയിൽ അതേ കർത്താവിനോടൊന്ന് പറയാമോ? നമ്മുടെ അയോഗ്യതകളെല്ലാം ഒന്ന് സമ്മതിക്കേ. നാട്ടുകാരൻ പാടുന്നുണ്ടല്ലോ അല്ലെ, യോഗ്യനല്ലേ യേശുവേ നിൻ നന്മ പ്രാപിക്കാൻ, ഹല്ലേലൂയ. യോഗ്യനല്ലേ യേശുവേ നിൻ കൃപകൾ പ്രാപിപ്പാൻ, ഞാൻ യോഗ്യനല്ലേ യേശുവേ നിന്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ. എത്ര പേർക്ക് ഈ അതേ പകൽ ഒന്ന് അതേ ആത്മാവിൽ പാടാൻ കഴിയും?
പറയും, ഞാൻ യോഗ്യനല്ല യേശുവേ, ഹല്ലേലൂയ, ഞാൻ യോഗ്യനല്ല യേശുവേ, ഇതിന്റെ കൃപകൾ അനുഭവിക്കുവാൻ. പിന്നെ ഇതെന്താണ്? ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ ദാനമാണ് ഇതെല്ലാം. സ്തോത്രം. അത് തിരിച്ചറിയാം. നിന്റെ വീടും നിന്റെ ആരോഗ്യവും നിന്റെ സമ്പത്തും എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നോക്കിക്കേ പ്രിയപ്പെട്ട, ലോകം സ്തംഭിച്ചു നിൽക്കുക. പണം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആരോഗ്യം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതേ സ്തോത്രം. അതെ, സ്വന്തമായി ഫ്ലൈറ്റ് ഉള്ളവർ, അതെ സ്വന്തമായി അതെ അനേക കാര്യങ്ങളുള്ളവർ, കപ്പലുള്ളവർ, അല്ലെങ്കിൽ ഒരുപാട് വാഹന സൗകര്യങ്ങളുള്ളവർ ഒന്നും അനക്കാൻ പുറത്തിറക്കാൻ മേലാതെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സമയം അല്ലെ. പണമുണ്ടെങ്കിലും പണം അതുവരെ എടുത്ത് ഉപയോഗിക്കുവാൻ കഴിയാതെ സ്തോത്രം ബുദ്ധിമുട്ടുകളും വളരെ അതേ നിരാശാജനകമായ സാഹചര്യത്തിലൊക്കെ അതെ ആയിരിക്കുന്നു അല്ലെ. സ്തോത്രം. പണമുണ്ടെങ്കിൽ അതേ സ്തോത്രം പണം കൊടുത്ത് ഏത് മുന്തിയ ഹോസ്പിറ്റലിലും അതേ സ്തോത്രം അപ്പോയിന്റ്മെന്റ് എടുത്ത് അവിടെ അഡ്മിറ്റ് ആകുന്ന ഒരുപാട് പേര് നമുക്കാണ്. ഇന്ന് എന്താണ് സ്തോത്ര, പണം കൊടുത്താലും ഒരു ഹോസ്പിറ്റലിലേക്ക് അതേ പ്രവേശനമില്ലാതെ ഇരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ പണം നിന്റെ കയ്യിലിരിക്കുന്നു, നിനക്ക് അതേ സ്തോത്രം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിൽ സ്തോത്രം എന്താണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വട്ടപ്പുച്ഛത്തിലേക്ക് ലോകം മുഴുവൻ അതേ മനുഷ്യരൊക്കെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഭൗതികത മുഴുവനും ഒരു വട്ടപ്പുച്ഛത്തിലേക്ക് അത് മാറുന്നു. അതിന്റെ നടുവിൽ പ്രിയ ദൈവത്തിന്റെ അച്ഛനമേ, ഇതുപോലെ നമുക്കൊന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ആത്മനാഥനായ യേശു വരാറായി. ഹല്ലേലൂയ. യോഗ്യത ഇല്ല കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഏറ്റു അതേ സ്തോത്രം നമ്മുടെ കുറവുകൾ പറഞ്ഞാൽ യേശുവിന്റെ വരവ് എപ്പോ വേണേലും സംഭവിക്കാം. ആത്മമണവാളനായ യേശുവിനോട് കൂടെ നിനക്ക് പോകാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഇടകാലം കൊണ്ട് അല്ലെ ഞാൻ ഒത്തിരി യോഗ്യന, ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ യോഗ്യന, ഞാനാണ് ബഹുമാനിക്കപ്പെടുവാൻ അല്ലെങ്കിൽ ബഹുമാനം ലഭിക്കാൻ ഞാനാണ് അതേ സ്തോത്ര യോഗ്യൻ എന്ന നിലയിൽ അനേകരുടെ മനോഭാവങ്ങൾ മാറിയപ്പോൾ സ്തോത്രം ഒരുപാട് അതേ വേദന പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ട് ഒന്നിനു പറയുക ഒന്നൊന്നായിരിക്കുകയാണ് അല്ലെ. നോക്കിക്കേ, കേരളത്തിൽ ഒരു പ്രളയം കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ആഞ്ഞടിച്ച് ഒരുപാട് നഷ്ടങ്ങൾ. അതിനുശേഷമായിട്ട് ഇപ്പോൾ അത് ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വൈറസിന്റെ വ്യാപനം, ഇതെല്ലാം പ്രിയപ്പെട്ടവരെ സ്തോത്രം നടുവിൽ ദൈവത്തിന്റെ ജനം അതേ ദൈവത്തോടൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്നു, കർത്താവ് നമ്മെ വിടുവിക്കുന്നു. രാജ്യങ്ങളെ കർത്താവ് എന്ത് ചെയ്യുന്നു? അവിടുന്ന് അതേ സൗഖ്യത്തിലേക്ക് അത് നയിക്കുവാനായിട്ടിടയായി തീരും. പറഞ്ഞു ഒരു വാക്ക് മതി കേട്ടോ. എത്ര പേരും കർത്താവേശുവേ ഒരു വാക്ക് മതി, അത് ഞാൻ വിടുവിക്കപ്പെടുവാൻ. നമുക്ക് പറയാൻ പറ്റുമോ? ആ ഒരു വിശ്വാസം ഇസ്രായേലിലൊന്നും കണ്ടിട്ടില്ല കഴിയുന്ന അല്ലെ. ഒരിടത്ത് പോലും അങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല. കർത്താവ് പറഞ്ഞു ശതാധിപന്റെ എന്നോ നമുക്ക് ഭൗതികതയുള്ളതോ നമുക്ക് വീടുള്ളതോ നമുക്ക് സ്ഥലമുള്ളതോ നമ്മുടെ പണമുള്ളതോ ഒന്നും അതേ സ്തോത്രം കർത്താവിന് ഒരു പിണക്കമുള്ള കാര്യമല്ല. ഹല്ലേലൂയ. പക്ഷേ നമ്മളാണ് കർത്താവിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. നിനക്ക് നല്ലൊരു വീടുണ്ടോ? നല്ല കാര്യം. 10 പേരെയും കൂടെ നിനക്ക് അവിടുന്ന് റീച്ച് ചെയ്യാനായിട്ട് കഴിയും. നിനക്ക് നല്ലൊരു വാഹനമുണ്ടോ? കുറച്ച് കർത്താവിന്റെ വേലയിൽ നിനക്ക് അത് ഉപയോഗപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ചിലരെ കൂടെ നിനക്ക് സഹായിപ്പാൻ ഒക്കെ നിനക്കത് ഉപകരിക്കും. നിന്റെ ഈ പണം ഇഷ്ടം പോലെ ഉണ്ടോ? മറ്റുള്ള ദരിദ്രരായിരിക്കുന്ന പണമില്ലാത്ത അനേകരെ ബുദ്ധിമുട്ടുമ്പോൾ അവരെ സഹായിപ്പാൻ അത് ഉപകരിക്കും. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നമുക്ക് കർത്താവിന് അതൊന്നും അല്ല വേണ്ടത്. കർത്താവിന് എന്താ വേണ്ടത്? എന്നെ നിങ്ങളെയുമാണ് വേണ്ടത്. കണ്ടോ, ഇങ്ങനെയൊരു സമർപ്പണം വന്നപ്പോൾ അവന്റെ ബാല്യക്കാരൻ എന്ത് ചെയ്തു? അതേ സൗഖ്യമാകുന്ന ഒരു കാഴ്ച നമുക്ക് അത് കാണാൻ കഴിഞ്ഞു. അവിടെ എന്ത് ചെയ്യുന്നു? സ്തോത്രം. അവൻ പറയുകയാണേ, ഒരുവനോട് വരാൻ പറഞ്ഞാൽ വരും, പോകാൻ പറഞ്ഞാൽ പോകും. അങ്ങനെ ഓർഡർ ഇട്ടാൽ മതി, അത് കൽപ്പന കൊടുത്താൽ മതി, എന്തും ചെയ്യാൻ അവന്റെ കൂടെ ആൾക്കാരുള്ളതാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ് ഞാൻ യോഗ്യനല്ലെന്ന് ചോദിച്ച. ഹല്ലേലൂയ കേട്ടോ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവദാസിദാസന്മാരെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഇത്രയും യോഗ്യതയുള്ള ഒരാൾ പറയാം ഞാൻ യോഗ്യനല്ലെന്ന് പറയുമ്പോൾ നോക്കിക്കേ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ അറിയാം എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു കുറവുണ്ട്. യേശുവിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല. കർത്താവിന് മുൻപാകെ നമുക്കിന്ന് അതേ പകൽവേളയിൽ അതേ സ്തോത്രമായിരിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞ് കർത്താവേ സ്തോത്രം ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് ഞാൻ അടുത്തു വരുന്നു. ഒരു വാക്ക് മതി. എന്നെ കേൾക്കുന്ന സഹോദരി, കർത്താവിന്റെ ഒരു വാക്ക് മതി നീ സൗഖ്യമാകാൻ. കർത്താവിന്റെ ഒരു വാക്ക് മതി എന്നാൽ നീ വിടുവിക്കപ്പെടുവാൻ പറഞ്ഞ് കർത്താവ് അതെ നമ്മെ അതേ സുഖമാക്കുന്നു, നമ്മെ സൗഖ്യമാക്കുന്നു. നമുക്ക് ചേർന്ന ദൈവസന്നിധിയിലെ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിനോട് ഒന്ന് പറഞ്ഞേ കർത്താവേ ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒന്ന് കർത്താവിൽ അടച്ച് ഈ വചനത്തെ ഒന്നുകൂടി ഒന്ന് ഏറ്റെടുത്ത് ധ്യാനിച്ചു. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ച ഒരു അതേ വചനഭാഗമാണെന്ന് അതേ പകലിൽ കർത്താവേ നിന്റെ ഒരു വാക്ക് മതി എന്റെ ബാല്യക്കാരന് സൗഖ്യമാകാൻ. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന
എന്റെ പ്രിയ സ്തോത്രം. ബഹുമാന്യരായ ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ് കർത്താവിന്റെ ഒരു വാക്ക് മതി ഈ വിഷയത്തിനകത്ത് വിടുതലുണ്ടാകും. വിശ്വസിക്കുക കർത്താവിനെ തൊടും. വിശ്വസിക്കുക. ഹല്ലേലൂയ. വിശ്വസിക്കുക. സ്തോത്രം. പെരയ്ക്കകത്ത് വന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവിന്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്കുണ്ടോ നീ വിടുവിക്കപ്പെടുക, നീ അനുഗ്രഹിക്കപ്പെടുക, നീ എന്താണ് ജീവൻ പ്രാപിക്കുക, നീ കൃപ പ്രാപിക്കുക. ഇന്ന് അതേ ആ പകലിലും നിന്റെ മേൽ കർത്താവിന്റെ ഒരു വാക്ക് കർത്താവ് അയക്കാൻ പോവാ കേട്ടോ. സ്തോത്രം. എന്റെ കർത്താവേ അങ്ങനെ ഒരു വേർഡ്, ഹാലേലൂയ, അങ്ങനെ ഒരു വാക്ക് കർത്താവേ, അങ്ങനെ കർത്താവേ ഹാല സാന്നിധ്യം എനിക്ക് മതി കർത്താവേ, ഞാൻ അതേ സൗഖ്യമാകുവാൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ എഴുന്നേറ്റ് ഒരു പാട്ടുകൊണ്ട് അത് ചില വരികളൊന്നും നമുക്ക് പാടി അത് നമ്മുടെ ദൈവത്തിന് നമുക്കൊന്ന് അത് നന്ദി പറയാം. ഇന്ന് ഹല്ലേലൂയ അത് പകൽവേളയിൽ ഈ ആരാധന അത് സ്തോത്രം നമ്മൾ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കൊരു വലിയ തീരുമാനമുണ്ടാകട്ടെ. കർത്താവിന്റെ ഒരു വാക്ക് മതി. ഞാനും എന്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാൻ, ഞാനും എന്റെ കുടുംബവും വിടുവിക്കപ്പെടുവാൻ യേശുവിന്റെ അതേ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ അതേ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെ തൊട്ടാൽ, കർത്താവ് നമ്മളെ സൗഖ്യമാക്കുവാൻ, കർത്താവ് നമ്മളെ വിടുവിക്കുവാൻ, കർത്താവിന്റെ അതേ കരം നമുക്ക് വേണ്ടി അത് ക്ഷണിക്കുവാനായിട്ട് അതിടെ അതേ സ്നേഹത്താൽ നമുക്കൊന്ന് അത് നിറയുവാനായിട്ട് അത് ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ ഞാൻ യോഗ്യനല്ല യേശുവേ. ഹല്ലേലൂയ. കർത്താവേ അങ്ങയുടെ നന്മ അനുഭവിപ്പാൻ, അങ്ങയുടെ കൃപകൾ പ്രാപിക്കാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും അങ്ങയുടെ മഹാദയ എന്റെ മേൽ അവിടുന്ന് അത് ചൊരിഞ്ഞല്ലോ. അതിനായിട്ട് കർത്താവേ ഞാൻ ദൈവത്തിന്റെ കർത്താവേ അങ്ങയുടെ മുൻപാകെ ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഏത് വിഷയത്തിൽ ഇന്ന് തകർന്നിരിക്കുന്നു കർത്താവ് നിങ്ങളെ അവിടുന്ന് സൗഖ്യമാക്കിയ കേട്ടോ. കർത്താവ് നിങ്ങളെ വിടുവിക്കാം. ഒരു വാക്ക് മതിയല്ലോ. ഹല്ലേലൂയ. നമുക്ക് ധൈര്യപ്പെട്ടിരിക്കാം. ആത്മാവിൽ നമുക്ക് ബലത്തോടെ ഇരിക്കാം. കർത്താവ് നിങ്ങളെ അവരെ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഈ വചനം നമ്മുടെ അകത്തേക്ക് ഒന്ന് ക്രിയ ചെയ്യട്ടെ. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മുടെ എല്ലാ ഭൗതികമായ ഉയർന്നു നിൽക്കുന്ന കോട്ടകളും അതെല്ലാം അത് മാറ്റിവെച്ചുകൊണ്ട് സ്തോത്രം ആ പുറമോടികളെല്ലാം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ആ കൂടുകളെല്ലാം നമ്മളൊന്ന് അഴിച്ചു കളഞ്ഞിട്ട് പറ, കർത്താവേ ഞാനിതാണ്, എന്നെ കർത്താവെ അനുഗ്രഹിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് അതേ ഒന്നുകൂടെ അതേ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിലേക്ക് നമുക്ക്